ഏവർക്കും ഗാന വിഭജിക്ക പരിപാടിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ഗീതമാണ് എടുത്തത്. അതിനു മുമ്പ് നേരത്തെ എടുത്ത വരിശകളുടെ ബാക്കി കൂടി എടുക്കുന്നതാണ് ഇന്ന്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വരിശകളും ഗീതവും. അപ്പം വരിശ അഞ്ചെണ്ണമാണ് കഴിഞ്ഞത്, ബാക്കി ആറാമത്തത്. സരിഗമ പദ നീക്ക് കഴിഞ്ഞിട്ട് 3 കൗണ്ട്. പിന്നെ തിരിച്ച് സനിധപ മകരി ടീക്ക് 3 കൗണ്ട്. ഒന്നാം കാലം സാരി ഗമ പദ നീ സാരി ഗമ പദ നീ സാ നി ധ പ മ ഗ രി സാ നി ധ പ മ ഗ രി സാ സരി ഗമ പദ നീ സരി ഗമ പദ നീ സ നി ധ പ മ ഗ രി സാ നി ധ പ മ ഗ രി സാ സരി ഗമ പദ നീ സരി ഗമ പദ നീ സാ നി ധ പ മ ഗ രി സാ നി ധ പ മ ഗ രി സാ സരി ഗമ പദ നീ സരി ഗമ പദ നീ സാ നി ധ പ മ ഗ രി സാ നി ധ പ മ ഗ രി സാ സരി ഗമ പദ നീ സരി ഗമ പദ നീ സാ നി ധ പ മ ഗ രി സാ നി ധ പ മ ഗ രി സാ. അപ്പോൾ വരിശ ഇന്ന് ഒരെണ്ണം എടുത്തു. ഇപ്പോൾ 2 ദിവസം കൊണ്ട് കഴിഞ്ഞാൽ അടുത്ത 2-3 കൂടി ഇടുന്നതാണ്. ഇന്ന് ഗീതം കൂടി എടുക്കുന്നത് കൊണ്ട് ബാക്കി 2 ഇന്ന് എടുക്കുന്നില്ല. അപ്പം ഗീതം ആദ്യം എടുത്ത ഗീതം മലഹരിയാണ്. താളം രൂപക താളം. അപ്പോൾ രാഗങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു. സ്വരങ്ങൾ പൂർണ്ണമായിട്ട് വരുന്ന രാഗങ്ങളെ മേളകർത്ത രാഗങ്ങളെന്നും സ്വരങ്ങൾ പൂർണ്ണം അല്ലാതെ വരുന്ന രാഗങ്ങളെ ജന്യരാഗങ്ങളെന്നും പറയുന്നു. സ്വരങ്ങൾ പൂർണ്ണമായിട്ട് വരുന്ന രാഗങ്ങളെ മേളകർത്ത രാഗങ്ങളെന്നും സ്വരങ്ങൾ പൂർണ്ണമല്ലാതെ വരുന്ന രാഗങ്ങളെ ജന്യരാഗങ്ങളെന്നും പറയുന്നു. ഇപ്പോൾ സ്വരങ്ങൾ പൂർണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സരി ഗമ പദ നിസ എന്ന എല്ലാ സ്വരങ്ങളും കാണും. സ്വരങ്ങൾ പൂർണ്ണം അല്ല എന്ന് പറയുന്നത് സാരി കഴിഞ്ഞ് ചിലപ്പോൾ മാ കാണത്തില്ല, ധ കഴിഞ്ഞ് നീ കാണത്തില്ല, അതായത് രീ കഴിഞ്ഞ് ഗ കാണത്തില്ല, ചിലപ്പോൾ പ കഴിഞ്ഞ് ദ കാണത്തില്ല. അങ്ങനെ വരുന്ന രാഗങ്ങളെയാണ് ജന്യരാഗങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മൾ മേളകർത്ത രാഗത്തിന് ഉദാഹരണമാണ് മായാമളവുകൾ. ജന്യരാഗത്തിന് ഉദാഹരണമാണ് ഇപ്പോൾ പഠിക്കാൻ പോകുന്ന മലഹരി ഗീതം. രാഗത്തിൻ്റെ പേര് മലഹരി. അപ്പോൾ എല്ലാ രാഗത്തിനും ആരോഹണ അവരോഹണമുണ്ട്. ഈ ആരോഹണ അവരോഹണം എന്തിനാണെന്ന് വെച്ചിരിക്കുന്നതെന്നാൽ ഈ രാഗങ്ങൾക്ക് ഏതൊക്കെ സ്വരങ്ങൾ വരുന്നു, ഏതൊക്കെ സ്വരസ്ഥാനങ്ങൾ വരുന്നു എന്ന് അറിയാനെ കൊണ്ടാണ്. സ്വരസ്ഥാനങ്ങൾ എന്നാൽ അത് ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. സാ കഴിഞ്ഞ് രി സായും പായും സായ്ക്കും മാറ്റമില്ല, പ്രകൃതി സ്വരങ്ങളാണ്. രി ചെറുതുണ്ട് വലുതുണ്ട്, ഗ ചെറുതുണ്ട് വലുതുണ്ട്, മാ ചെറുതുണ്ട് വലുതുണ്ട്. അതുപോലെ പ കോമണാണ്. ധ ചെറുതുണ്ട് വലുതുണ്ട്, നീ ചെറുതുണ്ട് വലുതുണ്ട്. ഒരു രാഗത്തിന് ഒന്നുകിൽ ചെറിയ രി അല്ലെങ്കിൽ വലിയ റിയെ വരത്തുള്ളൂ. മായാമളവ ഗൗളയുടെ സ്വരസ്ഥാനങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. സായ ചെറിയ രി, വലിയ ഗ, ചെറിയ മ, പായ ചെറിയ ദ, വലിയ നീസ. അതുപോലെ തിരിച്ചു. ഇനി അടുത്ത രാഗം പഠിക്കുന്നത് മലഹരിയാണ്. ആ രാഗത്തിനും ആരോഹണ അവരോഹണമുണ്ട്, സ്വരസ്ഥാനങ്ങളുണ്ട്. ആ രാഗത്തിൻ്റെ ആരോഹണ അവരോഹണമാണ് സ രി മ പ ദ സ ധ പ മ ഗ രി സ. സ രി മ പ ദ സ ധ
പമഗരി സായ ചെറിയ രി ചെറിയ മ പായ ചെറിയതാ സ തിരിച്ച് ഗ വലുത് സ ധ പമ ഗരി സ അവരോഹണത്തിൽ ഗായുണ്ട്. അപ്പോൾ ആരോഹണത്തിൽ 5 സ്വരങ്ങളും അവരോഹണത്തിൽ 6 സ്വരങ്ങളും ഔഡവ ആഡവ രാഗമാണ്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ സ്വരങ്ങൾ പഠിച്ചിരുന്നു, അതൊന്നുകൂടെ പാടാം. താളം രൂപക താളം. മാ പ ദ സ സാ രി രി സ ദ പ മ പ രി മ പ ദ മ പ ധ പ മ ഗ രി സ. ആ ലൈൻ 2 പ്രാവശ്യം പാടാം. അടുത്തല്ലേ സരി ഗരി സരി ഗരി സരി മ പ ധ മ പ ധ പ മ ഗ രി സ സരി മ ഗ രി സരി ഗരി സ. അപ്പോൾ ഓരോ ലൈനും 2 പ്രാവശ്യം പാടണം. അപ്പോൾ ഇനി ഇതിൻ്റെ സാഹിത്യമാണ്. അതുപോലെ തന്നെ രൂപകതാളം 2 കള രൂപകതാളമാണ്. രൂപകതാളം ആണ്. രൂപകതാളം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 അടി വീച്ച്. അത് 1 2 3. ഇത് 2 കള രൂപകതാളമാണ്. അപ്പോൾ അത് 2 ആയിട്ട് ഇടണം. 1 2 2 3 ആണ്. അപ്പം ഇനി ഇതിൻ്റെ സാഹിത്യം ആ സ്വരം പോലെ തന്നെ പാടണം. മാ പ ദ സ ശ്രീ ഗ ന ന സ രി രി സ നാ ധ സിന്ധു ദ പ മ പ രാ വർണ്ണ രി മ പ ധ മ പ കരുണ സാഗര ദ പ മ ഗ രി സ കരി വദന. ഇത് ചേർത്ത് പാടാം. ശ്രീ ഗണനാഥ സിന്ധു വർണ്ണ കരുണ സാഗര കരി വദന. 2 പ്രാവശ്യം പാടണം. ഞാൻ അടുത്തല്ലേ സരി മാ ഗരി സരി ഗരി സ ലം ബോധര ലഘു മീകര. അടുത്ത രി മ പ ധ മ പ ധ പ മ ഗ രി സ ബ സൂത അമര വിനൂത. പിന്നെ ലംബോധര പാടി നിർത്തണം. ലം ബോധര ലഘു മീകര. ലംബോധര അലന് ഒരുമിച്ച് പാടാം. ലം ബോധര ലഘു മീകര ബ സൂത അമര വിനൂത. ലം ബോധര ലഘു മീകര. അടുത്ത ലൈൻ സിദ്ധചാരണ ഗണസേവിത. ആദ്യം പഠിച്ച സ്വരം പോലെ തന്നെയാണ്. മാ പ ധ സ സിദ്ധചാരണ രി സ ദ പ മ പ ഗണ
സേവിത രീമാപാദ മാപ്പ സിദ്ധി വിനയക ദാപ മഗരീസ തേ നാമോ നാമോ ഇതൊരുമിച്ച് പാടാം. സിദ്ധ ചാരണ ഗണ സേവിത സിദ്ധി വിനയക തേ നാമോ നാമോ. പിന്നെ ലംബോദര പാടി നിർത്തും. ലംബോദര ലഘു മീകര. ഇനി അടുത്തത് സകല വിദ്യാധി പൂജിത സർവോത്തമതേ നമോ നമ. അതും ആദ്യത്തെ സ്വരം പോലെയാണ്. മാപദ സകല വിദ്യ മാപദ സരി സകല വിദ്യ രീസ ദാപ മാപ ആദി പൂജിത രീമ പാദമാപ സർവോത്തമ ദാപ മഗരീസ തേ നാമോ നാമോ. ലൈൻ ഒരുമിച്ച് പാടാം. സകല വിദ്യ അതി പൂജിത സർവോത്തമ തേ നാമോ നാമോ. ലംബോദര ലഘു മീകര. അപ്പം ഈ ഗീതം തീർന്നിരിക്കുകയാണ്. മലഹരി ഗീതം, താളം രൂപകതാളം, ഈ രാഗം ജന്യരാഗമാണ്. സ്വരങ്ങൾ സരിമ പദസ സത പമകരിസ. സ്വരസ്ഥാനങ്ങൾ സായ ചെറിയരി ചെറിയമ പായ ചെറിയത സായ സായ ചെറിയത പായ ചെറിയമ വലിയ ഗ ചെറിയരി സ. ഒരു സ്വരം മാത്രം വലുത് ഗ. ഓക്കെ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ബാക്കി പരിചയം അടുത്ത ഗീതവുമായിട്ട്.